വീണ്ടും വാർത്തകളിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ ആഗോള നിക്ഷേപ സംഗമം. വികസന സ്വപ്നങ്ങൾക്ക് തിരിയിട്ട് ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിക്ക് കൊച്ചിയിൽ പ്രൌഢഗംഭീരമായ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തു. സിൽവർ ലൈൻ പദ്ധതിക്ക് പരസ്യ പിന്തുണ അറിയിച്ച കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ രംഗത്തെത്തി. നിക്ഷേപകർക്ക് കേരളത്തിലേക്ക് സ്വാഗതമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചു. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഇടം നേടുകയാണ് ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി. 50 കോടിയിലേറെ മുതൽ മുടക്കുള്ള പദ്ധതികൾ അവതരിപ്പിക്കും. 2 ദിവസങ്ങളിലായി കൊച്ചിയിൽ ചേരുന്ന ഉച്ചകോടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിതെളിയിച്ചു. The government here considers that it has a great role to play as a facilitator and a catalyst. We have taken a holistic view and are paying equal attention to all matters from policy formulation to the last mile implementation. സിൽവർ ലൈൻ കേരളത്തിൽ യാത്രാ സമയം കുറയ്ക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പദ്ധതിക്ക് അനുമതി നൽകാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്രമന്ത്രിയുടെ പരസ്യ പിന്തുണ. Silver Line, a semi-high-speed rail coming up between Thiruvananthapuram and Kasaragod, which will reduce the time to only 4 hours. വ്യവസായ മന്ത്രി പി രാജീവിനെ പുകഴ്ത്താനും പീയൂഷ് ഗോയൽ മറന്നില്ല. I can say on record that he was one of the finest parliamentarians I have come across in my life. കേരളത്തിൽ നിക്ഷേപിക്കണമെന്ന് നിക്ഷേപകരോട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ആഹ്വാനം ചെയ്തു. ഉച്ചകോടിക്ക് നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പുതിയ ചുവടുവെപ്പ് ലോകത്തിന് മുൻപിൽ കേരളത്തിനെ അടയാളപ്പെടുത്തുമെന്നും വ്യവസായ മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. And Legislative Assembly unanimously adopted a new act to establish a bureau to give a composite license for large investments. This is the right time to invest in this state. We have given clearances to 31 private industrial park within a year. കേരളത്തിന്റെ വികസനത്തിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചു. 3000 പ്രതിനിധികളും 2 ദിവസത്തെ കോൺക്ലേവിന്റെ ഭാഗമാകും. നിരവധി ബിസിനസ് ടു ബിസിനസ് കൂടിക്കാഴ്ചകളും കോൺക്ലേവിൽ ക്രമീകരിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസിൽ ഇപ്പോൾ റാങ്ക് നൽകുന്നില്ല എന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മാതൃഭൂമി ന്യൂസിനോട്. 5 വർഷം മുൻപ് റാങ്കിംഗ് നിർത്തലാക്കിയിരുന്നുവെന്നും പ്രതികരണം. In ease of doing business, our approach is not to give ranking number 1, number 2. We want to encourage all states to make it easier to do business, and therefore we are preparing the framework. We are giving it to all the states, asking all the states to implement them, and we are continuously monitoring how everybody is doing. All the states in the country are making significant effort. We have stopped the process of ranking 1, 2, 3. Now we are giving everybody what action. Many years ago, almost I think 4 or 5 years ago, we stopped ranking. What we now do is encourage all the states. They are claiming that they got number 1. It's good. Everybody should be positive about what work they are doing and should be positive about the future.